നമ്മുടെ ഈ ഒരു ഔട്ട്ഡോർ ടാങ്കിൽ വെള്ളം നല്ല രീതിയിൽ താഴ്ന്നിട്ടുണ്ട്. നല്ല രീതിയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 1-1.5 ഇഞ്ച് വെള്ളം താഴേക്ക് പോയിട്ടുണ്ട്. കാരണം ഒന്നുമല്ല, നമ്മുടെ ഈ ഒരു ചൂട് തന്നെയാണ്. വേനൽക്കാലത്ത് എല്ലാ വേനൽക്കാലത്തും ഇങ്ങനെ സംഭവിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ കിണറ്റിൽ നിന്ന് നമ്മൾ ടോപ്പ് അപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്, വെള്ളം അടിച്ചിട്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓസ് കാര്യങ്ങളൊക്കെ കിണറിൻ്റെ അടുത്ത് തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും നമ്മളൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതിനകത്ത് ഓവർഫ്ലോ സൈഫൺ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് മഴക്കാലത്ത് ഇതിനകത്ത് ഒരു പരിധി കൂടുതൽ വെള്ളം വരികയാണെന്നുണ്ടെങ്കിൽ അത് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഓവർഫ്ലോ സൈഫൺ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ കാണുന്നതാണ് ആ ഒരു സൈഫൺ. ഇതൊന്നുമല്ല, വളരെ സിമ്പിളായിട്ടുള്ള ഒരു PVC നമ്മൾ ഇതുപോലെ ജോയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. വളരെ ചെറിയൊരു മെക്കാനിസമാണ്. ഈ രീതിയിൽ നമ്മളൊരു PVC സെറ്റ് ചെയ്തിട്ട് അതിൽ വെള്ളം നിറച്ച് ഇതുപോലെ സെറ്റ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു PVCയിൽ സെറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ലെവൽ, അതായത് താഴെ കാണുന്ന ആ ഒരു ബെൻഡ് കണ്ടില്ല, ആ ബെൻഡ് വരെയുള്ള വെള്ളം, അതായത് ടാങ്കിനകത്ത് ആ ഒരു ബെൻഡ് വരെയുള്ള വെള്ളത്തിൽ കൂടുതൽ ഇത് ഈ ടാങ്കിനകത്ത് വരികയാണെന്നുണ്ടെങ്കിൽ ഈ സൈഫൺ വഴി, ഈ ഒരു ഹോൾ വഴി വെള്ളം പുറത്തേക്ക് പോകും. ഇപ്പോൾ ഈ ഒരു ഹോളിനകത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം വെള്ളം നല്ല രീതിയിൽ താഴേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ വേനൽക്കാലത്തും ഈ ഒരു സൈഫൺ നല്ല രീതിയിൽ യൂസ്ഫുൾ ആയിട്ട് വരുന്നുണ്ട്. കാരണം നമുക്ക് വളരെ ആക്യുറേറ്റ് ആയിട്ട് ടാങ്കിനകത്തെ വാട്ടർ ലെവൽ അറിയാനായിട്ട് സാധിക്കും. പെട്ടെന്ന് നമ്മൾ ടാങ്കിനകത്ത് നോക്കുമ്പോൾ നമുക്ക് ആ ഒരു ലെവൽ കുറഞ്ഞതായിട്ട് മനസ്സിലാവില്ല. ഞാൻ പല സമയത്തും അങ്ങനെ നോക്കാറുണ്ട്. പെട്ടെന്ന് നമുക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാവില്ല. പക്ഷേ ഈ ഒരു സൈഫണിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ആക്യുറേറ്റ് ആയിട്ട്, വളരെ ചെറിയൊരു ഡിഫറൻസ് വന്നാൽ പോലും നമുക്ക് ഈ സൈഫണിൽ നോക്കിയാൽ അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെ വല്ലാതെ താഴ്ന്ന സമയത്താണ് നമ്മൾ കിണറ്റിൽ നിന്ന് വെള്ളം അടിച്ച് ടോപ്പ് അപ്പ് ചെയ്ത് കൊടുക്കാറുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ ആ ഒരു പരിപാടിക്ക് വേണ്ടിയാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് മഴക്കാലത്തും അതേപോലെ തന്നെ വേനൽക്കാലത്തും ഈ ഒരു സൈഫൺ യൂസ്ഫുള്ളാണ്, വാട്ടർ ലെവൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട്. ഇത്തരത്തിലുള്ള ഓവർഫ്ലോ സൈഫൺ നമുക്ക് ഭൂമിക്ക് മുകളിലേക്ക് നിൽക്കുന്ന ടാങ്കുകളിലാണ് ഇത് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക. പോണ്ടുകളിൽ നമുക്ക് പറ്റില്ല. പോണ്ടുകളിലൊക്കെ വെള്ളം നിറയുമ്പോൾ പമ്പ് ഉപയോഗിച്ച് അടിച്ച് കളയാൻ വേണം. ഭൂമിക്ക് മുകളിലേക്ക് നിൽക്കുന്ന ടാങ്കുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സെറ്റപ്പ് ഉപയോഗിച്ച് ഈസി ആയിട്ട് വെള്ളം, വാട്ടർ ലെവൽ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു സെറ്റപ്പിനെ പറയുന്നത് സൈഫൺ ഓവർഫ്ലോ സിസ്റ്റം എന്നാണ്. അങ്ങനെയാണ് ഈ ഒരു സെറ്റപ്പിനെ സ്റ്റാൻഡേർഡായിട്ട് വിളിക്കുന്നത്. എന്നാൽ ഈ പൈപ്പിനെ മാത്രമായിട്ട് വിളിക്കുന്നത് ഓവർഫ്ലോ സൈഫൺ എന്നാണ്. ഈ ഒരു സൈഫൺ PVC പൈപ്പുകളും അതുപോലെ തന്നെ ജോയിൻറ്റുകളും ഉപയോഗിച്ചിട്ട് ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം. ഇതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നുള്ള വീഡിയോ ഒക്കെ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ റിപ്ലൈ ആയിട്ട് അയച്ചു തരാം. പിന്നെ നമ്മൾ ഈ ഒരു ടാങ്കിൻ്റെ അടുത്തേക്ക് ഇപ്പോൾ വന്നിരിക്കുകയാണ്. ഇത് നമ്മുടെ പുലിവാഹകൾ, അതായത് നീലവാഹകൾ കിടക്കുന്ന ടാങ്കാണ്. നമ്മൾ ഈ അടുത്ത് വാങ്ങിയതാണ് 6 മലബാർ സ്നേക്ക് ഹെഡുകളെ. അപ്പോൾ ഞാൻ തൊട്ട് മുമ്പ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇവരുടെ ഫീഡിങ് വീഡിയോ ആയിരുന്നു. അപ്പോൾ ഈ ഒരു ടാങ്കിൻ്റെ അടുത്തേക്ക് വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ എയറേഷൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് നമ്മൾ ഫീഡ് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്ന് എയറേഷൻ കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു ആംഗിൾ കണ്ടില്ലേ, അവിടെയാണ് നമ്മൾ ഓവർഫ്ലോ സൈഫൺ സെറ്റ് ചെയ്യാനായിട്ട് വിചാരിച്ചിരിക്കുന്നത്. ഈ ഒരു ടാങ്കിന് ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് മഴയൊന്നും പെയ്യില്ല എന്നുള്ള ഒരു ഇതിലാണ് നമ്മൾ സെറ്റ് ചെയ്യാത്തത് ഈ ഒരു ടാങ്കിൽ. അപ്പോൾ നമ്മൾ പക്ഷേ സെറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ വേനൽക്കാലത്താണെങ്കിലും സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ വാട്ടർ ലെവൽ കുറയുന്നത് നമുക്ക് അറിയാൻ പറ്റും. അതിനനുസരിച്ച് വെള്ളം ടോപ്പ് അപ്പ് ചെയ്ത് കൊടുക്കാം. അതുകൊണ്ട് അടുത്ത 1-2 ദിവസത്തിനുള്ളിൽ നമ്മൾ എന്തായാലും ആ ഒരു ഓവർഫ്ലോ സൈഫൺ ഇതിനകത്തും സെറ്റ് ചെയ്യും. ഞാൻ ഓൾറെഡി അത് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ടാങ്കിൻ്റെ ഡെപ്ത്ത് നോക്കി ചെറിയൊരു സൈഫൺ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ അത് ജസ്റ്റ് ഇതിനകത്ത് കൊണ്ട് സെറ്റ് ചെയ്താൽ മതി. ഈ കാണുന്ന മൂലയിലാണ് നമ്മളത് സെറ്റ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത്. മാത്രമല്ല, ഇപ്പോൾ മഴ പെയ്യാനൊക്കെയുള്ള സാധ്യത നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ കൊണ്ട് സെറ്റ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. കാരണം ഇതിനകത്ത് നമ്മുടെ സ്നേക്ക് ഹെഡുകളാണ് കിടക്കുന്നത്. വെള്ളം പൊങ്ങുകയാണെന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും ചാടി പുറത്ത് പോകാനുള്ള സാധ്യതയുണ്ട്. നല്ല ചൂടായതുകൊണ്ട് തന്നെ ഇതിലെ വെള്ളവും വറ്റിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ടാങ്കിലെ വെള്ളവും അത്യാവശ്യം നല്ല രീതിയിൽ വറ്റിയിട്ടുണ്ടായിരുന്നു. 2 ദിവസം മുമ്പ് ഞാൻ ടോപ്പ് അപ്പ് ചെയ്ത് കൊടുത്തതാണ്. അപ്പോൾ എന്തായാലും ഇതിനകത്തും നമ്മൾ ആ ഒരു സൈഫൺ സെറ്റ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ഇതിനകത്ത് കൊണ്ട് ഫിക്സ് ചെയ്യുമ്പോൾ നമ്മളത് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഔട്ട്ഡോർ ടാങ്കുകളൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു സൈഫൺ ഇതുപോലെ സെറ്റ് ചെയ്ത് വെക്കുക. വേനൽക്കാലത്തും അതുപോലെ തന്നെ മഴക്കാലത്തും അത് യൂസ്ഫുള്ളായിട്ട് വരും. അപ്പോൾ അതേ നമ്മൾ ഹോസ് കൊണ്ടുവന്ന് നമ്മൾ മോട്ടർ ഓൺ ചെയ്തിട്ടുണ്ട് വെള്ളം ടോപ്പ് അപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ടോപ്പ് അപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടോപ്പ് അപ്പ് ചെയ്ത് കൊടുക്കുന്ന പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ആ സൈഡിൽ നിന്നതുകൊണ്ട് എനിക്ക് ഈ ഒരു സൈഫൺ കാണാനായിട്ട് പറ്റിയില്ല. അപ്പോൾ നമ്മൾ അടിച്ചു കൊടുത്ത വെള്ളം കുറച്ച് കൂടുതലായി പോയി. അതുകൊണ്ടാണ് കണ്ടില്ലേ, ആ ഒരു ലെവലിന് കൂടുതൽ വെള്ളം വന്നപ്പോൾ അത് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് കറക്റ്റ് ആ ഒരു ലെവലിലുള്ള വെള്ളം തന്നെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ ആ ഫ്രണ്ടിൽ നിന്ന് അടിച്ചതുകൊണ്ട് സൈഡിൽ ഈ സൈഫൺ എനിക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് കുറച്ച് വെള്ളം അധികമായി പോയി. അപ്പോൾ വെള്ളം എക്സസ് വന്നത് ഇപ്പോൾ ഇതുപോലെ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മഴക്കാലത്തും ഇങ്ങനെ തന്നെയാണ് സംഭവിക്കുക. അതായത് മഴവെള്ളം വീഴുന്ന സമയത്ത് ആ ലെവലിൻ്റെ മുകളിലേക്ക് പോകുമ്പോൾ ഇത് പുറത്തേക്ക് പോകും. വേനൽക്കാലത്ത് നേരത്തെ പറഞ്ഞ പോലെ യൂസ്ഫുള്ളാണ്. ഈ സൈഫൺ നോക്കി നമുക്ക് വാട്ടർ ലെവൽ ചെക്ക് ചെയ്യാം. എന്നിട്ട് അതിനനുസരിച്ച് നമുക്ക് ടോപ്പ് അപ്പ് ചെയ്ത് കൊടുക്കാം. പിന്നെ ചെറിയ മീനുകളൊക്കെയുള്ള ടാങ്കുകളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സൈഫണിൻ്റെ, അതായത് ടാങ്കിൻ്റെ അകത്തേക്ക് വെച്ചിരിക്കുന്ന സൈഫൺ ഉണ്ടല്ലോ, ആ ഒരു സൈഫണിൻ്റെ അടിഭാഗത്ത് നെറ്റ് കെട്ടി കൊടുക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ ചെറിയ മീനുകളൊക്കെ ഇതിൽ കൂടെ കടന്നു പോകും.
നമ്മുടെ ഈ ഒരു ഔട്ട്ഡോർ ടാങ്കിൽ ചെറിയ മീനുകളൊന്നുമില്ല, വലിയ മീനുകളാണ്. ഇതിനകത്ത് ബ്ലാക്ക് ജെയിൻറ്റ് ഗൗരാമികൾ കിടക്കുന്നുണ്ട്, ടൈഗർ ഓസ്കാറുകൾ കിടക്കുന്നുണ്ട്, സക്കർ കാറ്റ് ഫിഷുകൾ കിടക്കുന്നുണ്ട്, പിന്നെ നമ്മുടെ ഗോൾഡൻ ഗൗരാമി, ബ്ലൂ ഗൗരാമി, അത്തരത്തിലുള്ള ചെറിയ ഗൗരാമികൾ മിക്സ്ഡ് ആയിട്ടാണ് ഈ ഒരു ടാങ്കിൽ കിടക്കുന്നത്. അതുകൊണ്ട് അവരൊന്നും ഈ ഒരു സൈഫണിൽ കൂടെ പുറത്തേക്ക് പോകില്ല. പക്ഷേ ചെറിയ മീനുകളാണെന്നുണ്ടെങ്കിൽ ഇതിൽ കൂടെയൊക്കെ പുറത്തേക്ക് പോകാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് ടാങ്കിൻ്റെ ഉൾഭാഗത്ത് ഉള്ള PVCയുടെ അടിഭാഗത്തായിട്ട് നെറ്റ് കെട്ടി കൊടുക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് അങ്ങനെ കെട്ടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മീനുകളൊന്നും പുറത്തേക്ക് പോകില്ല. അപ്പോൾ കണ്ടില്ലേ, വെള്ളം പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ആ ഒരു വാട്ടർ ലെവൽ എത്തുന്ന വരെ, അതായത് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന വാട്ടർ ലെവൽ എത്തുന്ന വരെയുള്ള എക്സസ് വാട്ടർ എല്ലാം ഇതുപോലെ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കും. ആ കറക്റ്റ് ലെവലാകുമ്പോൾ അത് നിന്നോളും. നമ്മളിത് വീഡിയോ ചെയ്ത് വന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും പെരുമഴ പെയ്തിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ക്യാമറ എടുത്ത് ഒന്ന് പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. നമ്മൾ തൊട്ട് മുമ്പാണല്ലോ ടാങ്കിലെ വെള്ളമൊക്കെ ടോപ്പപ്പ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. കാരണം നമ്മൾ വേനൽക്കാലത്തെ അതിൻ്റെ യൂസിനെ കുറിച്ചാണല്ലോ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞത്. അപ്പോൾ എന്തായാലും മഴ പെയ്തത് കൊണ്ട് മഴക്കാലത്തിൻ്റെ ആ ഒരു സംഭവം കൂടി ഇതിൽ കാണിക്കാൻ പറ്റി. അപ്പോൾ മഴ നല്ല തകർത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ടോപ്പപ്പ് ചെയ്ത് കൊടുത്തതാണ്. അപ്പോൾ ഇനി ഇതിൽ കണ്ടില്ലേ എക്സസ് വാട്ടർ, ഇപ്പോൾ മഴ കാരണം ഇപ്പോൾ ഇതിനകത്തേക്ക് അഡീഷണൽ വെള്ളം വന്നിട്ടുണ്ട്. അപ്പോൾ സൈഫൺ എന്തായാലും വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും, എക്സസ് വാട്ടറൊക്കെ പുറത്തേക്ക് പോകുന്നുണ്ടായിരിക്കും. നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അതേ കണ്ടില്ലേ, നമ്മൾ ലെവലാക്കി വെച്ചതായിരുന്നു. അപ്പോൾ അതേ മഴ കാരണം എക്സസ് വാട്ടർ എല്ലാം ഇപ്പോൾ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും 2 സീന് നമുക്ക് ഈ ഒരു വീഡിയോ തന്നെ കാണിക്കാൻ പറ്റി. പിന്നെ ഈ ഒരു ടാങ്കിൽ നമ്മൾ വാട്ടർ ചേഞ്ച് ഒന്നും കൊടുക്കാറില്ല എന്നുള്ളത് നമ്മൾ മുമ്പ് പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്. ഇതേപോലെ മഴക്കാലത്ത് ജസ്റ്റ് വെള്ളം നിറഞ്ഞ് ഇതേപോലെ പുറത്തേക്ക് പോകും. അതായത് എക്സസ് വാട്ടർ പുറത്തേക്ക് പോയി വെള്ളം ഇങ്ങനെ റീസൈക്കിൾ ആയിക്കൊണ്ടിരിക്കും മഴക്കാലത്ത്. അതുകൊണ്ട് ഇതിനകത്ത് വാട്ടർ ചേഞ്ച് ഒന്നും ചെയ്യേണ്ടി വരാറില്ല. വേനൽക്കാലത്താണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഈ ഒരു വാട്ടർ ലെവൽ നോക്കിയിട്ട് കുറഞ്ഞ വെള്ളം കിണറ്റിൽ നിന്ന് ടോപ്പപ്പ് ചെയ്ത് കൊടുക്കുക, അത്ര മാത്രമാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ എയറേഷൻ കൊടുക്കുന്നുണ്ട് കണ്ടിന്യൂസ് ആയിട്ട്. അല്ലാതെ വാട്ടർ ചേഞ്ചോ ക്ലീനിങ്ങോ ഒന്നും ഈ ഒരു ടാങ്കിൽ നമ്മൾ വർഷങ്ങളായിട്ട് ചെയ്തിട്ടില്ല. എന്തായാലും ഈ ഒരു ടാങ്കിൻ്റെ അവസ്ഥയും കൂടി നമുക്കൊന്ന് നോക്കാം. ഞാൻ ജസ്റ്റ് മഴ പെയ്തപ്പോൾ ഒന്ന് നോക്കിയതാണ്. കാരണം ഇതിനകത്ത് നമ്മൾ സൈഫൺ സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കുറച്ച് നേരം മുമ്പ്. അപ്പോൾ അത് വെക്കണോ വേണ്ടേ എന്നുള്ളത്, മഴ കണ്ടിന്യൂസ് ആയിട്ട് പെയ്യാനുള്ള സാധ്യതയില്ല. മാത്രമല്ല ടെറസിൻ്റെ മുകളിൽ ട്രസ്സിൻ്റെ ഒരു ഭാഗം ഈ ഒരു ടാങ്കിൻ്റെ പകുതിയോളം വന്ന് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് വല്ലാതെ വെള്ളം ഇതിലേക്ക് വീഴുന്നില്ല. ഈ ഒരു മൂലയിൽ മാത്രമാണ് വെള്ളം വീഴുന്നത്. കണ്ടില്ലേ, അവിടെയൊക്കെ നല്ല രീതിയിൽ വെള്ളം വീഴുന്നുണ്ട്. പക്ഷേ ഈ ഒരു ടാങ്ക് നമ്മുടെ ഷെയ്ഡിൻ്റെ കീഴിൽ നിൽക്കുന്നത് കൊണ്ട് അധികം മഴത്തുള്ളികൾ ഇതിലേക്ക് വീഴുന്നില്ല. ഈ ഒരു കോർണറിൽ മാത്രമാണ് വെള്ളം വീഴുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് മഴ പെയ്താൽ മാത്രമാണ് ഇതിലേക്ക് ആ ഒരു സൈഫൺ ഇപ്പോൾ കൊണ്ടുവന്ന് വെക്കേണ്ടി വരുന്നത്. അല്ലെങ്കിൽ നമ്മൾ 2 ദിവസം കഴിയുമ്പോൾ അത് സെറ്റ് ചെയ്യും. ഇതിനകത്ത് കിടക്കുന്നത് സ്നേക്ക് ഹെഡുകളായതുകൊണ്ടാണ് അവർ നല്ല രീതിയിൽ ചാടുന്ന മീനുകളാണ്. വെള്ളം കുറച്ചങ്ങോട്ട് മുകളിലേക്ക് പൊങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ നെറ്റിൻ്റെ സൈഡിൽ കൂടെ അവർക്ക് പുറത്തേക്ക് ചാടാം. അതായത് നെറ്റ് നമ്മൾ ടൈറ്റായിട്ടാണ് വെച്ചിട്ടുള്ളതെങ്കിലും അവർ ചാടി ഇങ്ങനെ ഇഴഞ്ഞു പോകുന്ന ഒരു മീനുകളാണ് ഈ കാറ്റ് ഫിഷുകളും ഈ വരാലിനത്തിൽപ്പെട്ട മത്സ്യങ്ങളൊക്കെ. ചെറിയ ഗ്യാപ്പ് കിട്ടിയാൽ അവർ ജസ്റ്റ് ഇങ്ങനെ ഇഴഞ്ഞു കയറും. എന്തൊക്കെ തന്നെയാണെങ്കിലും ഇവർ പുറത്തേക്ക് ചാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുറേ നേരത്തേക്ക് അവർ കണ്ടില്ല എന്നുണ്ടെങ്കിൽ അവരവിടെ കിടന്ന് ഡ്രൈ ആയിട്ട് ചത്തുപോകും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ വീഡിയോസ് മീനുകളെ ഇഷ്ടപ്പെടുന്നവർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.